നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTC ഡ്രൈവറും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിൽ നടു റോഡിൽ നടന്ന വാക്ക് തർക്കം അത് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ മലയാളികൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഒരു അസാധാരണ സംഭവം. ഒരു പ്രദേശത്ത് ഒരു വാക്ക് തർക്കമുണ്ടായാൽ സാധാരണഗതിയിൽ അവിടുത്തെ പൊതുപ്രവർത്തകനായിരിക്കും അത് ഒത്തുതീർപ്പാക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ അതങ്ങ് പോട്ടെ എന്ന് പറയുന്നതും ഒരുപക്ഷെ അവിടുത്തെ പൊതുപ്രവർത്തകൻ തന്നെയാണ്. ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഏരിയ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കൗൺസിലർ ആയിരിക്കും അത് ചെയ്യുന്നത്. കൗൺസിലർ ഇപ്പോഴും എല്ലാവരുമായി നല്ല അടുപ്പവും ഒക്കെ തന്നെ ഉള്ള ആൾക്കാരായിരിക്കും. അവരുടെ വാർഡിൽ എല്ലാവരും നന്നായി അറിയാവുന്ന ആൾ കൂടിയായിരിക്കും. മേയർ ആര്യ രാജേന്ദ്രൻ മുടവൻമുകളിലെ കൗൺസിലർ കൂടിയാണ്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വിഷയത്തെ ഇത്രയും ചർച്ച ചെയ്യാനുള്ള കാരണം. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ഡ്രൈവർക്ക്, ഒരു KSRTC ഡ്രൈവർക്ക് ഇത്രയും ജനപിന്തുണ ലഭിക്കുന്നത് എന്നത്. ഇപ്പോഴിതാ യദു നിയമത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, അതിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിയമ നടപടി തേടി ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്, നിയമസഹായം തേടി പോവുകയാണ്. ഇപ്പോഴിതാ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ ഒരു കേസ് എടുക്കണം എന്ന്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ദിവസവും 751 രൂപ ദിവസക്കൂലി വാങ്ങുന്ന, മണിക്കൂറുകളോളം യാത്ര ചെയ്ത് വണ്ടി ഓടിച്ചു വരുന്ന, ഊണും ഉറക്കവും ഒക്കെ കളഞ്ഞ് വണ്ടി ഓടിച്ചു വരുന്ന, തന്റെ യാത്രക്കാരുടെ ജീവൻ സുരക്ഷിതമായി എവിടെയാണോ നിർത്തേണ്ടത് അവിടെ കൊണ്ട് നിർത്തി അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ഡ്രൈവറിന് നീതി ലഭിക്കണമെങ്കിൽ ദേവൻ രാമചന്ദ്രൻ ആ കേസ് വാദിക്കണമേ എന്ന പ്രാർത്ഥനയാണ് സാധാരണക്കാരായിട്ടുള്ളവർക്കുള്ളത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ ഒരു നീതി ന്യായം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിധി പ്രസ്താവം, അദ്ദേഹം ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന രീതി, അദ്ദേഹം ആരുടെ ഒപ്പമായിരിക്കും എല്ലായ്പ്പോഴും നിൽക്കുന്നത്, എവിടെയാണോ തെറ്റ് എവിടെയാണോ ശരി, ഇതെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായ നീതി ഉറപ്പാകുമെന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അച്ഛൻ CBIയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നു, CBI വരണമെന്ന് ആവശ്യപ്പെടുന്നു. CBI വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അച്ഛന് നേരിട്ട് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഒരാഴ്ച പിന്നിട്ടു, 2 ആഴ്ച പിന്നിട്ടു, CBIയുമായി ബന്ധപ്പെട്ട ഒരു അനക്കവും അല്ലെങ്കിൽ അവർ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിലപാടും ആരും സ്വീകരിക്കുന്നത് കണ്ടില്ല. പിന്നീട് അദ്ദേഹം പൂർണ്ണമായും ഉറച്ചു വിശ്വസിച്ചത് ഇവിടുത്തെ നീതിപീഠത്തെയാണ്, ഇവിടുത്തെ കോടതിയെയാണ്. കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നു. പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ CBI സംഘം ഈ കേസ് അന്വേഷിക്കാൻ എത്തുന്നു, വയനാട്ടിലെത്തുന്നു, പിതാവിനെ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ഇപ്പോൾ വിശ്വാസം കോടതിയെ മാത്രമാണ്. കോടതിയിൽ ചെല്ലുമ്പോൾ, അത് പ്രത്യേകിച്ചും കേരള ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വിശ്വാസം കൂടുതൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെയാണ്. മറ്റ് ജസ്റ്റിസുമാരെയും വിശ്വാസമുണ്ട്, വിശ്വാസമില്ല എന്നൊന്നുമല്ല എല്ലാവരും ഒന്നടങ്കം പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഒന്ന് പറയുകയാണെങ്കിൽ കൃത്യമായി ഇതിനു മുൻപ് പല കേസുകളിൽ അദ്ദേഹം എടുത്തിട്ടുള്ള വാദപ്രതിവാദങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ തന്നെ സാധാരണക്കാരുടെ കൂടി മുന്നിൽ നിന്നുകൊണ്ടാണ്. ഏറ്റവും ഒടുവിലായ പെൻഷന്റെ കാര്യം വന്നപ്പോൾ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു, എനിക്കുമുണ്ടാം അല്ലെങ്കിൽ നിങ്ങൾക്കുമില്ലേ അമ്മമാരുടെ കണ്ണീർ കാണാതിരിക്കാൻ കഴിയില്ല, ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ വിധി പകർപ്പ് അല്ലെങ്കിൽ വിധി പ്രസ്താവന നടത്തിയത്. എന്തായാലും മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ കേസ് നടത്താൻ യദുവിന് പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നൽകാം എന്ന് പറയുകയാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ. കഴിഞ്ഞ ദിവസം യദു ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്നൊരു വാർത്ത മലയാളി വാർത്ത പുറത്തുവിട്ടിരുന്നു. ആ വാർത്തയുടെ അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെ വന്ന ചില കമന്റുകളാണ് ഈ കാണിക്കുന്നത്. ഗൂഗിൾ പേ നമ്പർ തരണം, യദുവിന്റെ ഗൂഗിൾ പേ നമ്പർ തരണം, യദുവിന് പൈസ അയച്ചു കൊടുക്കാനാണ്, കേസ് നടത്തണം, അതിനുവേണ്ടി ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കണം, അതിനാൽ യദുവിന്റെ ഗൂഗിൾ പേ നമ്പർ തരണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്. മറ്റൊരു കമന്റ് വരുന്നത്, GPay നമ്പർ പരസ്യപ്പെടുത്തു, ഒരുപാട് ആളുകൾ പൈസ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് പൈസ കൊടുക്കുന്നതോ പറയുന്നതോ പോട്ടെ, അവർ ആഗ്രഹിക്കുകയാണ് യദു കൃത്യമായി ഹൈക്കോടതിയിൽ പോകേണ്ടതുണ്ട്, ഇനി അതിന് കേസ് നടത്തണമെങ്കിൽ ഞങ്ങൾ യദുവിനെ സഹായിക്കാം. അതായത് ഒരു ഡ്രൈവർക്ക് വേണ്ടി, ഒരു KSRTC ഡ്രൈവർക്ക് വേണ്ടി ഒരു സമൂഹം ഒന്നടങ്കം
ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് യദുവിന്റെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ കാര്യവും. എന്തായാലും യദു ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കോടതിയിൽ പോവുകയാണെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന് ഈ കേസ് ലഭിക്കുകയാണെങ്കിൽ ഏറെ സന്തോഷമെന്ന് നാട്ടുകാരും സമൂഹ മാധ്യമങ്ങളൊന്നടങ്കം പറയുന്നുണ്ട്. നമുക്ക് കണ്ടറിയാം ഹൈക്കോടതിയിൽ ഇനി തുടർ നടപടികൾ എന്തായിരിക്കും എന്നത്.